2019 ഫെബ്രുവരി 3 കത്തോലിക്ക സഭയുടെയും അറബ് രാജ്യങ്ങളുടെയും ചരിത്രത്തിൽ പുതിയ അധ്യായമെഴുതി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ആദ്യമായി ഗൾഫിലെത്തിയ ദിവസം. അന്നത്തെ കിരീടാവകാശിയും ഇപ്പോഴത്തെ UAE പ്രസിഡന്റുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ക്ഷണപ്രകാരമായിരുന്നു പോപ്പിന്റെ UAE സന്ദർശനം. അബുദാബി സായിദ് സിറ്റിയിൽ 1,80,000 പേരെ പോപ്പ് അഭിസംബോധന ചെയ്തു. ആയിരക്കണക്കിന് ഇസ്ലാം മത വിശ്വാസികൾ അന്ന് പോപ്പിന്റെ വാക്കുകൾ കേൾക്കാൻ സായിദ് സ്പോർട്സ് സിറ്റിയിലെത്തി. അബുദാബി ഗ്രാൻഡ് മോസ്ക് സന്ദർശിച്ച മാർപ്പാപ്പ മുസ്ലിം കൗൺസിൽ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് അബുദാബി ഫൗണ്ടേഴ്സ് മെമ്മോറിയലിൽ നടന്ന മാനവ സാഹോദര്യ സംഗമത്തിലും പോപ്പ് പങ്കെടുത്തു. വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള 700ഓളം മതപണ്ഡിതർ പങ്കെടുത്ത സാഹോദര്യ സംഗമത്തിലെ മുഖ്യാതിഥിയായിരുന്നു മാർപ്പാപ്പ. COP28 കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ വർഷം മാർപ്പാപ്പ എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അനാരോഗ്യം മൂലം ഓൺലൈനായാണ് പങ്കെടുത്തത്. പോപ്പിന്റെ വിയോഗത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ മക്തൂം, സൗദി, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ എന്നിവരെല്ലാം അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തി. സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്, ദുബായ്.